പട്ടാപ്പകൽ തിരുവനന്തപുരത്ത് ക്രൂര കൊലപാതകം. വഞ്ചിയൂരിൽ യുവാവിനെ വെട്ടിക്കൊന്നു. അയൽവാസിയായ പ്രദീപാണ് യുവാവിനെ കൊലപ്പെടുത്തിയത്. ഇരുവരും തമ്മിൽ സാമ്പത്തിക തർക്കമുണ്ടായിരുന്നു. മുഹമ്മദ് നൌഫൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നൌഫൽ, ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. ഒന്നിലധികം പേർക്ക് ഈ കൊലപാതകത്തിൽ പങ്കുണ്ടെന്നാണ് നിലവിൽ പോലീസിന്റെ നിഗമനം. ആര്യ, ഇന്ന് 2 മണിയോടുകൂടിയാണ് തിരുവനന്തപുരം നഗരഭാഗത്ത് തന്നെയാണ് നാടിനെ നടക്കുന്ന ഒരു ക്രൂര കൊലപാതകം ഉണ്ടാകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ഭാഗത്ത് വെച്ചാണ് ഇവിടെ ഈ ബാഗും ഹെൽമറ്റും ഉൾപ്പെടെ ആളുടേതാണ്. നമുക്ക് വ്യക്തമായി തന്നെ കാണാം. കൊല്ലപ്പെട്ട പ്രദീപ് വിശാഖ് എന്നയാളാണ് കൊല്ലപ്പെടുന്നത്. അയൽവാസി കൂടിയായിട്ടുള്ള പ്രദീപ് എന്നയാളാണ് കൊല്ലുന്നത്. അതായത് ഇവർ തമ്മിൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലൊരു പ്രശ്നമൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് 6 മാസം മുമ്പ് കഴിഞ്ഞ ഡിസംബറിൽ ഈ കൊല്ലപ്പെട്ട വിശാഖ് പ്രദീപിനെ കുത്തിയതുമായി ബന്ധപ്പെട്ട് ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട്. സാമ്പത്തികവുമായി മറ്റും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ പറയുന്ന മരണപ്പെട്ട വിശാഖ് മലയൻകീഴ് ഭാഗത്ത് നിലവിൽ എന്തായാലും വാടകയ്ക്ക് താമസിച്ച് വരികയായിരുന്നു. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഇവിടെ ഈ കുടുംബ വീട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നതിനപ്പുറത്ത് തന്നെയാണ് നേരത്തെ കണ്ടത് കുടുംബ വീട്. അപ്പോൾ അമ്മ ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനും മറ്റുമാണ് ഇവിടേക്ക് എത്തിയത്. അപ്പോൾ ഈ പറയുന്ന പ്രതിയായിട്ടുള്ള പ്രദീപും സംഘവും ഒരു കാറിൽ, മാരുതി കാറിൽ വാഹനത്തിൽ സഞ്ചരിച്ച് ഇവിടെ എത്തുകയായിരുന്നു. ഒരു 5 അംഗ സംഘം ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ മരണപ്പെട്ട വിശാഖ് പുറത്തേക്ക് വരാൻ കാത്തുനിന്നു. ഇവിടെ കാത്തിരുന്ന് വെട്ടുകയായിരുന്നു. കൈക്കും കാലിന് ഗുരുതരമായി പരിക്കേറ്റ് കേൾക്കുകയും രക്തം വാർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. എന്തായാലും ഈ കാറിന് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഇപ്പോൾ എന്തായാലും അന്വേഷിക്കുന്നുണ്ട്. നഗര കേന്ദ്രീകരിച്ച് തന്നെ. അതായത് അധിക സമയമായിട്ടില്ല. എന്തായാലും ഇവിടം വിട്ട് പുറത്തേക്ക് പോകാൻ സാധ്യത ഉണ്ടായിട്ടില്ല എന്നൊരു നിഗമനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തായാലും ആ വാഹനം KL 27H 9286 എന്ന ഒരു മാരുതി കാറിലാണ് അവർ എത്തിയത്. ആ കാറിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ പറയുന്ന ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. ഹെൽമറ്റും ബാഗും ഉൾപ്പെടെ ചെരുപ്പും ഇവിടെ മരണപ്പെട്ട വിശാഖിൻ്റെ എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ആ ഭാഗം പോലീസ് ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഫോറൻസിക് സംഘം ഉൾപ്പെടെ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ പോലീസ് കണ്ടെത്തി വരുന്നതേയുള്ളൂ. എന്തായാലും നാടിന് നടക്കുന്ന ഒരു വലിയ കൊലപാതകമാണ് തിരുവനന്തപുരം നഗര ഹൃദയത്തിൽ പട്ടാപ്പകൽ നടന്നത്. കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രതികൾക്കായിട്ടുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഉടനെ തന്നെ അവരെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ കൂടിയാണ് പോലീസ് ഉള്ളത്. ആര്യ, നൌഫൽ, പട്ടാപ്പകലാണ് ഈ കൊലപാതകം നടന്നതെന്ന് മനസ്സിലാക്കുന്നു. ഈ പ്രദേശത്തിന്റെ ഒരു സാഹചര്യം എന്താണ്? അടുത്ത് വീടുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അത്തരത്തിൽ ആരും ഈ ഒരു സംഭവം നടന്ന സമയത്ത് ഉണ്ടായിരുന്നില്ലേ? ആര്യ, ഇല്ല, നമ്മൾ നേരത്തെയും ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഇതിനകത്തുകൂടി ഒരു വീടുണ്ട്. അങ്ങോട്ടൊക്കെ ആൾക്കാർ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഇവിടെ നിറയെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം തന്നെയാണ്. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയായിരുന്നു സംഭവം. CCTV ഈ ഭാഗത്തൊരു CCTV ഉണ്ട് എങ്കിലും അത് പ്രവർത്തനരഹിതമാണ് എന്നാണ് മനസ്സിലാക്കുന്നതെങ്കിലും ആളുകൾ ഏറെക്കുറെ ഇത് കണ്ടിരുന്നില്ല. അല്ലെങ്കിൽ ആ ഒരു കഴിഞ്ഞുള്ള ഞായറാഴ്ചയാണ്, പ്രത്യേകിച്ച് ഉച്ച കഴിഞ്ഞുള്ള ഒരു സമയമായിരുന്നു. ആൾക്കാരുടെ ഒരു തിരക്ക് ഇല്ലാത്ത ഒരു സമയം കൂടിയാണ്. അത്തരത്തിൽ ദൃക്സാക്ഷികൾ എന്തായാലും ആരും തന്നെ ഉണ്ട് എന്ന് കരുതുന്നില്ല. ആരും ഇത് കണ്ടതായിട്ട് പറയുന്നുമില്ല. CCTV ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ആ ഭാഗം കേന്ദ്രീകരിച്ച് CCTV ഉണ്ട്. അവിടെ നിന്നാണ് പോലീസ് വാഹന നമ്പരും ഇവർ പ്രതികൾ എത്തിയ വണ്ടി നമ്പരും ഉൾപ്പെടെ പോലീസ് കണ്ടെത്തിയത്. അപ്പുറത്തെ ഭാഗത്ത് നമുക്ക് കാണുന്ന ഒരു CCTVയുടെ ഭാഗത്തു നിന്നാണ്. ഇതിൻ്റെ അടുത്തുള്ള എന്തായാലും ഒരു CCTV പ്രവർത്തനരഹിതമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ കൊലപാതകത്തിൻ്റെ ദൃശ്യങ്ങളോ തെളിവുകളോ ആളുകളുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു പ്രതികരണമൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ അപ്പുറത്തുള്ള ആ CCTV കേന്ദ്രീകരിച്ചാണ് പോലീസ് ഈ പറയുന്ന പ്രതികൾ സഞ്ചരിച്ച വാഹനത്തിൻ്റെ നമ്പർ ഉൾപ്പെടെ കണ്ടെത്തിയത്. എന്തായാലും അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ. എത്രയും പെട്ടെന്ന് തന്നെ അവരെ കണ്ടെത്താനായിട്ടുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇവിടെ കൂടുതൽ ആളുകൾ, പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തി വേണ്ട കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ആര്യ, ശരി. മുഹമ്മദ് നൌഫലാണ് വിവരങ്ങൾ നൽകിയത്.